മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെല്ലാം ഒരുമിക്കും കേട്ടോ ദൈവത്തിനെതിരായിട്ടെന്തോ പറഞ്ഞാൽ. പക്ഷേ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ശാസ്ത്രം ഒരു മതമല്ലല്ലോ, അവർക്ക് സംഘടിത രൂപമില്ലല്ലോ. ശാസ്ത്രജ്ഞന്മാരെല്ലാം ഒത്തുചേർന്നിട്ട് ദൈവവിശ്വാസത്തിനെതിരെ ജാഥ നടത്തിയിട്ടില്ല ഇതുവരെ. ശാസ്ത്രജ്ഞന്മാരെല്ലാം ഒത്തുകൂടിയിട്ട് ഇതുവരെ ഇവർക്കെതിരായിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടില്ല. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയും കേസ് ഫയൽ ചെയ്തിട്ടില്ല. അവർ സംഘടിതരാണ്. ശാസ്ത്രകാരന്മാർ ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷം എപ്പോഴും ശരിയാണോന്നില്ല. ഒരു സ്കൂളിൽ നല്ലൊരു വാഴ കൊലച്ചു. ഹെഡ് മാഷ് അസംബ്ലി വിളിച്ചിട്ട് പറഞ്ഞു, ഒക്ടോബർ 2 നമുക്ക് എല്ലാവർക്കും പഴുത്ത കായ തിന്നാണ്. ഒക്ടോബർ 2 പഴുപ്പിക്കാൻ വെച്ച കായ പഴുത്തിട്ടില്ല. ഹെഡ് മാഷ് അസംബ്ലി വിളിച്ചിട്ട് പറഞ്ഞു, കായ പഴുത്തിട്ടില്ല, പിന്നൊരു ദിവസം തിന്നാൻ. കുട്ടികൾ പഴം ചിന്തിച്ചിട്ടാണ്, ഗാന്ധിയെ പറ്റിയും പഴത്തെ പറ്റിയും ചിന്തിച്ചിട്ടാണ് സ്കൂളിൽ പോയി. കുട്ടികൾ പ്രതിഷേധിച്ചു. സ്കൂൾ പാർലമെൻറ്റ് ഐകകണ്ഠ്യേന യോഗം ചേർന്നു. ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി, കായ പഴുത്തിരിക്കുന്നു, ഇന്ന് തന്നെ കൊടുക്കണം. ഹെഡ്മാഷ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ പ്രമേയം അംഗീകരിച്ചുകൊണ്ട് പച്ചക്കായ കുട്ടികൾക്ക് വിതരണം ചെയ്തു എന്നൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പറഞ്ഞ കായ പഴുക്കുമോ? ഭൂരിപക്ഷം വിഡ്ഢികളായ ജനാധിപത്യം അമ്പേ പരാജയമാണ്. ഇന്ത്യയിൽ ഇപ്പം ലോകത്ത് നടക്കുന്നതാ. ശാസ്ത്രം പറയുന്നവർ ന്യൂനപക്ഷമാണ്, സത്യം പറയുന്നവർ ന്യൂനപക്ഷമാണ്. മഹാഭൂരിപക്ഷം പറഞ്ഞുകൊണ്ട് ശാസ്ത്രം വിജയിക്കുമെന്ന് വയലാറിൻ്റെ ഒരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞു 1000 കർദിനാൾമാർ ഒരുമിച്ച് പറഞ്ഞാലും 1000 ബിഷപ്പുമാർ അട്ടഹസിച്ച് പറഞ്ഞാലും സൂര്യൻ ഭൂമിയെ ചുറ്റൂലല്ലോ, ഭൂമി സൂര്യനെ ചുറ്റൂ.